ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാനിപ്പോൾ ഉള്ളത് ജാഫ്ന, ശ്രീലങ്കയിലെ ജാഫ്ന പട്ടണത്തിനുള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളൊക്കെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. ഇത് ശ്രീലങ്കയിലെ കാൻഡി റെയിൽവേ സ്റ്റേഷൻ. ഞാൻ കൊളംബോയിൽ നിന്ന് കാൻഡിയിൽ വന്ന് ഇവിടുത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം 6:30 മണിക്ക് ഇവിടെ എത്തിയതാണ്. ഇത് ഇവിടുത്തെ ക്ലോക്ക് റൂമിലാണ് ഞാൻ എൻ്റെ ലഗേജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ലഗേജ് എടുത്തിട്ട് ഞാൻ പോവുകയാണ്. ജാഫ്നയിലേക്കാണ് പോകുന്നത്. 7:30 മണിക്കാണ് നമ്മൾ ബസ് പുറപ്പെടുന്നത്. ജാഫ്നയ്ക്ക് 316 കിലോമീറ്റർ ഉണ്ട്. ഏകദേശം ഒരു 7 മണിക്കൂർ യാത്ര ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ വഴിയിൽ ഒരു 10 മണിയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ പുലർച്ചെ 1:45 ജാഫ്ന എത്തിയിട്ടുണ്ട്. ബസ് സ്റ്റാൻഡാണിത്. അങ്ങനെ രാവിലെ ഉറങ്ങി എണീച്ചതാണ്. രാവിലെ തന്നെ ഒന്ന് ഇനി പുറത്ത് കറങ്ങുകയാണ്. ജാഫ്ന ഒന്ന് കംപ്ലീറ്റ് സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണുകയാണ്. ഇവിടുത്തെ കസ്തൂരിയ റോഡാണ് ജാഫ്നയിലത്തെ. ഞാനിപ്പോൾ ഉള്ളത് ജാഫ്ന, ശ്രീലങ്കയിലെ ജാഫ്നയിലാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് ലോക്കൽ കാഴ്ചകളും മറ്റും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. നമ്മുടെ പ്ലേറ്റിൽ ഒരു ബട്ടർ പേപ്പർ, അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഇഡ്ഡലി വടയൊക്കെ. ജാഫ്നയിലെ പൊതുവെ ശ്രീലങ്കയിൽ തന്നെ അങ്ങനെയാണ്. രണ്ട് തരം വട ഉണ്ട്. കണ്ടാൽ രണ്ടും ഒരുപോലെ തോന്നും. ഒന്ന് മസാല വട, അത് നമ്മൾ മൈദപ്പൊടിയൊക്കെ ആക്കിയിട്ടുണ്ടാക്കിയത്. പിന്നൊന്ന് ഉഴുന്ന് വട. മസാല വട ഭയങ്കര രസമായിരുന്നു. ഇവിടെ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കഴിച്ച പേപ്പർ ഉണ്ട്, ബട്ടർ പേപ്പർ, അത് നമ്മൾ തന്നെ മടക്കിയെടുത്തിട്ട് വേസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. പ്ലേറ്റ് മാത്രമുള്ള അങ്ങനെയാണ് സിസ്റ്റം. ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ പ്ലേറ്റ് കഴുകലില്ല. ഈ പ്ലേറ്റിൽ വീണ്ടും പേപ്പർ വെച്ചിട്ട് വേറെ ആക്കി കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ സിസ്റ്റം. നമുക്കത് അറിയില്ലല്ലോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ മെയിൻ അങ്ങാടിക്കൊന്ന് നടന്നു പോവാണ്. ഓട്ടോ വല്ലതും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഓട്ടോ കിട്ടിയിട്ട് വേണം ഇതിൽ കംപ്ലീറ്റ് ഒന്ന് കറങ്ങാൻ, ജാഫ്ന മൊത്തം കറങ്ങാൻ. ഇതിവിടെ കെമിസ്ട്രി ട്യൂഷൻ ക്ലാസ്സിൻ്റെ ആവുന്നതാണ്. വീടിന് മുന്നിൽ ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇളനീര് കച്ചവടം ഉണ്ട്. ഞാനിപ്പോൾ ടൗൺ ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ജാഫ്ന ഇന്നൊരു സൺഡേ ആണ്, അതാണൊരു തിരക്കരുത്. കടയൊക്കെ പൂട്ടിക്കിടക്കുന്നതാണ് ഇവിടെ. കംപ്ലീറ്റ് സൺഡേ ഹോളിഡേ ആണ്. ഇതൊരു ചെറിയൊരു അമ്പലമാണ് ഇവിടെ കാണുന്നത്. അമ്പലങ്ങൾക്ക് യാതൊരു ക്ഷാമമില്ല. ഇഷ്ടംപോലെ അമ്പലങ്ങളുണ്ട് ശ്രീലങ്കയിൽ പൊതുവെ. ഇത് മദ്യം വിൽക്കുന്ന ഷോപ്പാണ്. അത് ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതൊരു ജംഗ്ഷനിലൊരു പെട്രോൾ പമ്പ്. ഓപ്പോസിറ്റ് 2 പെട്രോൾ പമ്പ്. ഇവിടെ ഒരു പമ്പ്, അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് വേറൊരു പമ്പ്. അങ്ങനെ 2 പമ്പാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള.
രണ്ടുപേരും മലയാളിൻ്റെ തന്നെ തോന്നുന്നുണ്ട്. ക്യാൻറ്റീനിൽ നിന്ന് ജാഫ്നയ്ക്ക് ട്രെയിൻ സർവീസ് കുറവാണ്. പക്ഷേ നമുക്ക് പറ്റിയ സമയമില്ല. ഇന്ന് ബസ്സിന് വരിക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര യാത്രാക്ഷീണമാണ്. ഇതൊക്കെ പെട്രോൾ പമ്പിൻ്റെ അകത്തെത്തിക്കും ഞാനിപ്പോൾ ഇവിടെ. ഒക്കെ മാർക്കറ്റുകളൊക്കെ കംപ്ലീറ്റ് പൂട്ടി കിടക്കുകയാണ് സൺഡേ ആയതുകൊണ്ട്. സൺഡേ ഹോളിഡേ ആണ് ജാഫ്നയിൽ. അപ്പോൾ ഒരു ഓട്ടോക്കാരനെ കിട്ടിയിട്ടുണ്ട്. ഈ പുള്ളിക്കാരനെ കൂട്ടിയിട്ട് മൊത്തം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ജാഫ്ന മൊത്തം. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഓട്ടോക്കാരന് നമ്മൾ 6000 രൂപയാണ് കരാറ് കംപ്ലീറ്റ് കറക്കി കാണിക്കാനുള്ളത്. ജാഫ്നയ്ക്ക് ബസ്സിന് ക്യാൻറ്റീനിൽ നിന്ന് ബസ്സിന് ഒരാൾക്ക് 1050 രൂപയാണ് ബസ് ചാർജ് ഉള്ളത്. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഭാഗമാണിത്. ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമൊന്ന് കാണാം. ഇവിടുന്ന് വൈകുന്നേരം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ട്രെയിൻ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഒരു ലോങ് വ്യൂ ആണിത്. റെയിൽവേ സ്റ്റേഷൻ നമുക്കൊന്ന് കറങ്ങി കാണാം. റെയിൽവേ സ്റ്റേഷനിൽ ടൂറിസ്റ്റ് പ്ലേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നല്ല ചാർട്ടാക്കി വെച്ചിട്ടുണ്ട് ഇവർ. വളരെ കുറഞ്ഞ സർവീസുള്ളൂ ഈ ജാഫ്ന എന്നുള്ളത്. ട്രെയിനൊന്നും ഇല്ല, കംപ്ലീറ്റ് കാലിയായി കിടക്കുകയാണ്. ഇനി ശ്രീലങ്കയിൽ പൊതുവെ രാത്രി ഉറങ്ങുന്ന ട്രെയിൻ കുറവൊക്കെ സിറ്റിംഗ് ട്രെയിനാണ് കൂടുതലുള്ളത് ഇവിടെ. അപ്പോൾ ഇതാണ് ജാഫ്ന റെയിൽവേ സ്റ്റേഷൻ. ശ്രീലങ്കയിൽ ഇപ്പോഴും നമ്മുടെ പഴയ കാലത്തെ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ മോഡൽ തന്നെ ടിക്കറ്റ് സർവീസും ടിക്കറ്റിങ്ങും ഒക്കെ ഉള്ളത് പഞ്ചിയിലൊക്കെ. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളുടെ ഓട്ടോ. മണി പുള്ളിക്കാരൻ്റെ പേരാണ് മണി. നമ്മളൊക്കെ അറിയും പുള്ളിക്കാരന്. എവിടെ ചെന്നാലും നമ്മൾ ഡ്രൈവർമാരെ ഒരു വീഡിയോ എടുത്ത് വെക്കും. അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ പെണ്ണുങ്ങളൊക്കെ സൈക്കിൾ ഓട്ടുന്നുണ്ട്. ഡബിൾ അടക്കം ഇട്ട് പോകും പെണ്ണുങ്ങളിവിടെ. ഇവിടുത്തെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് അറിയുന്നു. അപ്പോൾ ആ മ്യൂസിയത്തിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 8:45. കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ മ്യൂസിയം. കംപ്ലീറ്റ് വൈറ്റ് കളറിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കട്ടെ. പബ്ലിക് ലൈബ്രറി വിത്ത് മ്യൂസിയമാണിത്. കംപ്ലീറ്റ് വൈറ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുകയാണ്. അപ്പോൾ അത് തുറക്കാൻ 10 മണിയാകും എന്ന് പറഞ്ഞു. അപ്പോൾ 1 മണിക്കൂറുടെ വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.